हिंदी कक्षा में सबका स्वागत. കേരള സിലബസ് 9ാം സ്റ്റാൻഡേർഡിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ആദ്യത്തെ ചാപ്റ്ററായ ചട്പട്ട് ഓർ നട്ട്ഖട്ട് എന്ന ചാപ്റ്റർ പരിചയപ്പെടാം. നദിയിലേക്ക് വീണുപോയ അനിയൻ നട്ട്ഖട്ടിനെ ചേട്ടൻ ചട്പട്ട് നദിയിൽ ചാടി അവനെ രക്ഷപ്പെടുത്തി. എന്നിട്ട് രണ്ടുപേരും നദിയുടെ പാടത്തിലെത്തി. ഇനി എന്താണ് സംഭവിച്ചെന്നറിയണ്ടേ? पुल पर पहुंचा ही ताकि नटखट अचानक गला फाड़कर रोने लगा. चटपट ने कहा, अब तो तुम बच जाने से बच गए हो, पर क्यों रो रहे हो? नटखट ने रोते रोते कहा, तुम घर जाकर माम से मेरी शिकायत करोगे. പാലത്തിൽ എത്തിയപ്പോൾ നട്ട്ഖട്ട് ഉറക്കെ കരയാൻ തുടങ്ങി. നട്ട്ഖട്ടിൻ്റെ കരച്ചിൽ കേട്ട് ചട്പട്ട് ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? നിന്നെ നദിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ. നട്ട്ഖട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ചേട്ടൻ വീട്ടിൽ ചെല്ലുമ്പോൾ എന്നെക്കുറിച്ച് അമ്മയോട് പരാതി പറയില്ലേ? अगर न करूँ तो जो कहो. नटखट का रोना बंद हो गया. मुझे कागज़ के न बनाना नहीं आता, तुम सिखा दोगे? हाँ, उसमें क्या है? नटखट खुश होकर बोला, पर मुझे तैरना नहीं आता, तुम सिखा दोगे? हाँ, उसमें क्या है? चटपट ने मुस्कुराते हुए नटखट से कहा. അനിയൻ നട്ട്ഖട്ടിൻ്റെ പരിഭവം കണ്ട് ചേട്ടൻ ചട്പട്ട് പറഞ്ഞു, ഞാൻ നിന്നെപ്പറ്റി വീട്ടിൽ അമ്മയോട് പറഞ്ഞില്ലെങ്കിലോ? ഇത് കേട്ടപ്പോൾ നട്ട്ഖട്ട് കരച്ചിൽ നിർത്തി. ചട്പട്ട് നട്ട്ഖട്ടിനോട് ചോദിച്ചു, എനിക്ക് കടലാസ് വള്ളം ഉണ്ടാക്കാൻ അറിയില്ല, നട്ട്ഖട്ട് പഠിപ്പിച്ചു തരാമോ? ഇത് കേട്ടിട്ട് നട്ട്ഖട്ട് പറഞ്ഞു, അതിനെന്താ, ഞാൻ പഠിപ്പിച്ചു തരാമല്ലോ. വീണ്ടും നട്ട്ഖട്ട് ചേട്ടനോട് ചോദിച്ചു, എനിക്ക് നീന്താൻ അറിയില്ല, ചേട്ടൻ നീന്താൻ പഠിപ്പിച്ചു തരാമോ? ഇത് കേട്ടപ്പോൾ ചട്പട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിനെന്താ, ഞാൻ പഠിപ്പിച്ചു തരാം. ഇവിടെ ചേട്ടന് അനിയനോടുള്ള സ്നേഹവും അനിയന് ചേട്ടനോടുള്ള സ്നേഹമാണ് വ്യക്തമാക്കുന്നത്. लेकिन चटपट ने नटखट का बस्ता उसे पकड़ाकर पुल के मुंडेर पर से अपना बस्ता उठाया तो एकदम चिंतित होकर बोला, अरे छोटे, हम दोनों के कपड़े भीग गए हैं, हमें भीगे कपड़ों में देख माँ पूछेंगे तो क्या कहेंगे. അതിനുശേഷം ചട്പട്ട് നട്ട്ഖട്ടിൻ്റെ ബാഗ് അവൻ്റെ കയ്യിൽ കൊടുക്കുകയും പാടത്തിൻ്റെ കൈവരിയിൽ നിന്നും ചട്പട്ടിൻ്റെ ബാഗ് എടുക്കാനും പോയി. പെട്ടെന്ന് ചട്പട്ട് ഒന്ന് ചിന്തിച്ചു. എന്നിട്ട് അനിയനോട് ചോദിച്ചു, അരേ ഛോട്ടെ, ഹം ദോനോ കെ കപ്പടെ ഭീഗേ ഹേ, ഹമേ ഭീഗേ കപ്പടോ മേ ദേഖ് മാം പൂछेंगे तो क्या कहेंगे. ചട്പട്ട് നട്ട്ഖട്ടിനോട് ചോദിച്ചു, നമ്മുടെ രണ്ടുപേരുടെയും ഡ്രസ്സ് നനഞ്ഞിരിക്കുകയാണല്ലോ, വീട്ടിൽ ചെല്ലുമ്പോൾ ഈ നനഞ്ഞ ഡ്രസ്സ് കണ്ടിട്ട് അമ്മ ചോദിച്ചാൽ എന്ത് പറയും? നട്ട്ഖട്ടിനെ ഏക് പൽ സോച്ച ഓർ ബോല. നട്ട്ഖട്ട് ഒരു നിമിഷം ചിന്തിച്ചു, എന്നിട്ട് പറഞ്ഞു, ആവോ ദൗഡ് ലഗാത്തെ ഹേ കപ്പടെ അപ്പനെ ആപ് സുഖ് ജായേംഗെ. വരൂ, നമുക്ക് ഓടാം, ഈ ഡ്രസ്സ് തനിയെ ഉണങ്ങിക്കോളും. ഇത് കേട്ട് ചട്പട്ട് പറഞ്ഞു, हाँ यह ठीक है. चटपट ने अपना बस्ता पीठ पर ടങ്ങത്തെ हुए कहा. ചട്പട്ട് തൻ്റെ ബാഗ് തൂക്കിയതിന് ശേഷം പറഞ്ഞു, ആ, നീ പറഞ്ഞത് ശരിയാണ്. नटखट ने भी अपना बस्ता पीठ पर टांग लिया और चटपट के बराबर खड़े होकर दौड़ शुरू करने के अंदाज में बोला, 1 2 3. दोनों दौड़ पड़े, आगे पीछे नहीं, एक दूसरे का हाथ पकड़े साथ साथ. നട്ട്ഖട്ട് തൻ്റെ ബാഗ് പിറയിലേക്ക് തൂക്കിയിട്ടു. രണ്ടുപേരും ഓടാൻ റെഡിയായി നിന്നു. 1 2 3 എന്ന് പറഞ്ഞ് രണ്ടുപേരും ഓടി. അവർ എങ്ങനെയാണ് ഓടിയത്? രണ്ടുപേരും പരസ്പരം കൈകോർത്ത് പിടിച്ച് ഒരുമിച്ച് ഓടി. സർദിയാം അഭി ശുരു നഹി ഹുയി തി. തണുപ്പ് വന്നു തുടങ്ങിയില്ലായിരുന്നു. മൗസം സാഫ് താ. കാലാവസ്ഥ നല്ലതായിരുന്നു. ചട്കിയിലെ ധൂപ് നിക്കലി ഹുയി തി. നല്ല തീക്ഷ്ണമായ വെയിലുണ്ടായിരുന്നു. ദോനോ ഭായ് മസേ മേ ദൗഡ്ത്തെ ചലേ ഗേ. രണ്ട് സഹോദരന്മാരും വളരെ സന്തോഷത്തോടു കൂടി രസിച്ചു ഓടി വീട്ടിലേക്ക് പോയി. നാല പാർക്കിയ. തോട് കടന്നു. ബാഗ് പാർക്കിയ. തോട്ടം കടന്നു. ഖേത്ത് പാർക്കിയ. വയൽ കടന്നു. ബർഗദ് കോഷി പീച്ചെ ചോട് ദിയ. ആൽമരവും കഴിഞ്ഞവർ ഓടാൻ തുടങ്ങി. ലേക്കിൻ പോക്കർ തക് പहुँचते ദോനോ തക് ഗേ അവർ രുക്ക് ഗേ. പക്ഷേ കുളം എത്തിയപ്പോഴത്തേക്കും രണ്ടുപേരും ഓടിത്തളർന്ന് അവിടെ നിന്നു. കപ്പടെ സുഖേ ചോട്ടെ, ചട്പട്ടിനെ ഹാംത്തെ ഹുയെ ലേക്കിൻ ഖുഷ് ഹോത്തെ ഹുയെ കഹ. ഓടിത്തളർന്ന ചട്പട്ട് കിതച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു, ചോട്ടെ ചോട്ടെ അനിയ, എൻ്റെ ഡ്രസ്സ് ഉണങ്ങിയല്ലോ. ഇത് കേട്ട് നട്ട്ഖട്ട് പറഞ്ഞു, ഹാ ബെഡേ വാക്കി കപ്പടെ തോ സുഖേ. നട്ട്ഖട്ടിനെ ഭി ഖുഷ് ഹോക്കർ ഖ. നട്ട്ഖട്ടും വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു, ആ, എൻ്റെ ഡ്രസ്സ് ഉണങ്ങിയല്ലോ.
തബി നട്കട്ട് കോ പോഖർ കിനാരെ കി ചിക്കനെ ഗിട്ടി ദിക്കായി പടി. ആ സമയത്ത് നട്കടിന് ആ കുളത്തിൻ്റെ സൈഡിലായിട്ട് ഒരു മിനുസമുള്ള കല്ല് കണ്ടു. നട്കട്ടിനെ ഉസെ ഉഠാലിയ, അവൻ അതെടുത്തു. തിർച്ചെ ഹോക്കർ ഉസെ ഇസ് തരഹ ഫേങ്കാ കി ഗിട്ടി പാനി കി സതഹ് പാർ ഉछलती हुई दूर तक चली गई. നട്കട്ട് കല്ലെടുത്ത് കുളത്തിലേക്ക് എറിഞ്ഞു. ആ കല്ല് ജലത്തിലെ പ്രതലത്തിൽ ചാടി ദൂരെ തെറിച്ചു പോയി. ദേഖാ ദേഖി ചട്പൺ ने भी एक गिट्टी उड़ाकर फेंक दी. ഇത് കണ്ട ചട്പടും ഒരു കല്ലെടുത്ത് കുളത്തിലേക്ക് ഒറ്റരേറ്. ലേക്കിൻ ഉസ്കി ഗിട്ടി ഏകദം പാനി में गुड़प हो गई. പക്ഷേ ചട്പട് എറിഞ്ഞ കല്ല് വെള്ളത്തിൽ താഴെ പോയി. ബേടി തുമको गिट्टी पैराना नहीं आता? हाँ ചോട്ടി തും സിക്കാ സക്തി ഹോ. ഇത് കണ്ടിട്ട് നട്കട്ട് ചോദിച്ചു, ചേട്ടന് കല്ലെറിയാൻ അറിയില്ലേ? हाँ ചോട്ടി തും സിക്കാ സക്തി? അറിയില്ല, എനിക്ക് നീ പഠിപ്പിച്ച് തരാവോ? क्यों नहीं? अभी लो. नटखट ने ध्यान से नीचे देखकर गिट्टी उठाई और चटपट को दिखाते हुए बोला, गिट्टी ऐसी लो जो ज़्यादा भारी और खुरदरी न हो, हल्की और चिकनी हो और उसे इस तरह फेंको. ചട്പടിൻ്റെ ചോദ്യം കേട്ട് അനിയൻ പറഞ്ഞു, എന്തുകൊണ്ട് ഞാൻ ചേട്ടനെ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് നട്കട്ട് ഒരു കല്ലെടുത്ത് ചേട്ടന് പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് കല്ലെറിയേണ്ടതെന്ന്. കല്ലാണ് എടുക്കേണ്ടത്. വളരെ വെയിറ്റുള്ളതും റഫായിട്ടുള്ളതും കല്ലെടുക്കാൻ പാടില്ല. വെയിറ്റ് കുറഞ്ഞതും മിനുസമുള്ള കല്ലെടുത്തിട്ട് ഇതിനെ ഇങ്ങനെ എറിയണം എന്ന് നട്കട്ട് ചട്പടിനോട് പറഞ്ഞു. लेकिन अब तक चटपट का ध्यान बांट चुका था. वो पोखर के पानी पर तैरती बतखों को ध्यान से देख रहा था. നട്കട്ട് ചട്പടിന് കുളത്തിൽ കല്ലെറിയുന്ന രീതി പറഞ്ഞു കൊടുത്തപ്പോൾ ചട്പടിൻ്റെ ശ്രദ്ധ കുളത്തിലെ ജലത്തിൽ നീന്തുന്ന താറാവിലേക്ക് പോയി. അനിയൻ നട്കടിൻ്റെയും ചേട്ടൻ ചട്പടിൻ്റെയും സ്നേഹത്തിൻ്റെ കഥ കേട്ടുവല്ലോ കുട്ടികളെ.